യെസ് പീപ്പിൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സിലെ അമെന്റ്മെന്റ്സിനെ കുറിച്ചാണ്. മെയ് ആൻഡ് ജൂൺ CA-CMA ഇന്റർമീഡിയറ്റ് എക്സാമിനേഷനിൽ വരുന്ന ഡയറക്ട് ടാക്സിലെ അമെന്റ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തുടങ്ങുന്നത് നമ്മൾ ടാക്സ് റേറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇൻകം ടാക്സിൽ ന്യൂ റെജീം അഥവാ 115 BAC എന്ന് പറയുന്ന സെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 115 BAC സബ്സെക്ഷൻ 1A എന്ന് പറയുന്ന ന്യൂ റെജീം അഥവാ ഡീഫോൾട്ട് ടാക്സ് റെജീം ഇൻഡിവിജ്വൽ HUF AOP BOI ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ എന്നീ പറയുന്ന പേഴ്സൺസിന് ആപ്ലിക്കബിൾ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതിൽ വന്നിട്ടുള്ള മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഇതിന്റെ സ്ലാബ് റേറ്റിലാണ്. ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളാണെങ്കിൽ 2.5 ലക്ഷം രൂപ വരെ നില്ല് 2.5 to 5 5%, 5 to 7.5 lakh 10%, ഇങ്ങനെയായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക. ഈ സ്ലാബ് റേറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 3 lakh വരെ നില്ലാണ്, 3 to 7 lakh 5% ആണ്, 7 lakh to 10 lakh 10% ആണ്, 10 lakh to 12 lakh 15% ആണ്, 12 lakh to 15 lakh 20% ആണ്, എബോവ് 15 lakh 30% ആണ്. ഇതാണ് നമ്മുടെ ടാക്സ് റേറ്റിൽ വന്നിട്ടുള്ള ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി റിബേറ്റ് ആണ് അടുത്തൊരു ചേഞ്ച്. റിബേറ്റിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല, നിങ്ങൾ കഴിഞ്ഞ തവണ പഠിച്ച പോലെ തന്നെയാണ്. റിബേറ്റ് 87A റിബേറ്റ് ഫോർ ടാക്സ് കമ്പ്യൂട്ടേഷൻ ആസ് പെർ സെക്ഷൻ 115 BAC റെസിഡന്റ് ഇൻഡിവിജ്വലിനാണ് നമുക്ക് എന്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, റിബേറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അവരുടെ ടോട്ടൽ ഇൻകം 7 ലക്ഷത്തിൽ കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൾഡ് റെജീമിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുക 5 lakh ആണ്. ഇവിടെ 7 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം നിങ്ങൾക്ക് വന്നിട്ടില്ല, നിങ്ങൾ ന്യൂ റെജീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി 100% ഓഫ് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ₹25,000 വിച്ച് എവർ ഈസ് ലോവർ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്, 100% ഓഫ് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ₹25,000 വിച്ച് എവർ ഈസ് ലോവർ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. 87A റിബേറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ റിബേറ്റ് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ ശരിക്കും 7 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾ എന്ത് ചെയ്യണ്ട, ടാക്സ് ഒന്നും തന്നെ അടയ്ക്കേണ്ട. പക്ഷേ ഇവിടെ നമുക്ക് 115 BACയിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഇവിടെ മാർജിനൽ റിലീഫ് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം റിബേറ്റിൽ മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഓൾഡ് റെജീമിൽ പഠിച്ചിട്ടില്ല. പക്ഷേ ന്യൂ റെജീമിൽ എന്തുണ്ട്, മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഇവിടെ വരുന്നു. എന്താണ് വരുന്നത്, നിങ്ങൾക്ക് സ്ലൈറ്റ് വേരിയേഷൻ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 7 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, ഓൾഡ് റെജീം ബേസിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് റിബേറ്റ് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. പക്ഷേ 7 lakhന് കൂടുതൽ ഇൻകം വന്നു കഴിഞ്ഞാലും 115 BAC ഓപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ 7,27,770 വരെയുള്ള എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഇൻകം വന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാർജിനൽ റിലീഫ് ആപ്ലിക്കബിൾ ആണ്. മാർജിനൽ റിലീഫ് ആപ്ലിക്കബിൾ ആണെന്ന് വെച്ചാൽ എക്സസ് വന്നിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് എന്ത് കൊടുത്താൽ മതി, ഡിപ്പാർട്ട്മെന്റ് കൊടുത്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് എന്ത് കിട്ടും, ആ എമൗണ്ട് നിങ്ങൾക്ക് റിബേറ്റ് പ്രകാരം നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 115 BACയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ. ഇത് കൂടാതെ ഇതിന്റെ സർചാർജ് റേറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സർചാർജ് റേറ്റ് 50 ലക്ഷത്തിൽ കൂടിയില്ലെങ്കിൽ നില്ലാണ്. 50 to 1 crore വരെ, 50 lakh to 1 crore വരെയാണെങ്കിൽ 10% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. അതിന്റെ ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യുന്നത് 1 crore to up to 2 crore വരെയാണെങ്കിൽ 15% ആണ്. ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യുന്നത് 2 crore മുകളിലേക്ക് പോവുകയാണെങ്കിൽ 25% ടാക്സ് റേറ്റ് ആണ്. ഇനി ഇതിന്റെ മുകളിലേക്ക് 2 to 5 crore എന്ന് പറയുന്ന ഓൾഡ് റെജീമിലുള്ളതാണ് 25%. ദെൻ 5 crore മുകളിലേക്ക് പോവുകയാണെങ്കിൽ 37% ആണ്. നിങ്ങൾ 115 BAC ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം സർചാർജ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 25% ആണ്. 5 crore എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഇവിടെ ഇല്ല. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ഇവിടെയും മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് സ്ലൈറ്റ് വേരിയേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ലാബ് റേറ്റിൽ വന്ന് നിങ്ങൾക്ക് സർചാർജിൽ മാറ്റം വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കാം, ഇവിടെ മാർജിനൽ റിലീഫ് ആപ്ലിക്കബിൾ ആണ്. മാർജിനൽ റിലീഫ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 10%, 15%, 25%. അപ്പൊ ഇത് മാർക്ക് ചെയ്ത് വെക്കാം. 50 lakhന് മുകളിലേക്ക് എക്സീഡ് ചെയ്യാം. 1 crore വരെയാണെങ്കിൽ 10%, 1 crore to 2 crore ആണെങ്കിൽ 15%, ടോട്ടൽ ഇൻകം 2 crore മുകളിലേക്ക് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 25%. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്.
4% തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മാറ്റമൊന്നും തന്നെ ഇല്ല. ഇനി ഓൾഡ് റെജീമിലേക്ക് പോവുകയാണെങ്കിൽ ഓൾഡ് റെജീമിൽ എന്ത് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്? ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ എച്ച് ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഓർ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്നീ പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണെങ്കിൽ 2.5 ലക്ഷം രൂപ വരുന്നത് നമ്മൾ പഴയത് പഠിച്ചിട്ടുള്ള അതേ സ്ലാബ് റേറ്റ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ് ടു 2,50,000 നില്ല്, 2 lakh to 5 lakh 5%, എബോവ് 5 lakh to 10 lakh എത്രയാണ് 20%, 10 lakhന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ എത്രയാണ് 30%. ഒരു വ്യത്യാസമില്ല. ഓൾഡ് റെജിമിൽ 60 ബിലോ ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് വരുന്ന ടാക്സ് റേറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എച്ച് എഫ് എ ഒ പി ബി ഒ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഈ പറയുന്ന ആളുകൾക്കൊക്കെ വരുന്ന ടാക്സ് റേറ്റ് സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. യാതൊരുവിധ മാറ്റവും ഇവിടെ വന്നിട്ടില്ല. ഇനി സീനിയർ സിറ്റിസൺസിലേക്ക് വരികയാണെങ്കിലും ചേഞ്ചസ് ഒന്നുമില്ല. 3 lakh നില്ലാണ്, 3 lakh to 5 lakh 5% ആണ്, 5 lakh to 10 lakh 20% ആണ്, എബോവ് 10 lakh 30% ആണ്. ഇത് നമുക്ക് നേരത്തെ പഠിച്ചിരിക്കുന്നത് തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇവിടെ ഇല്ല. ഇൻ കേസ് ഓഫ് സൂപ്പർ സീനിയർ സിറ്റിസൺ വരികയാണെങ്കിൽ ഇവിടെ തന്നെ എന്താണ് 5 lakh വരെ നില്ലാണ്, 5 lakh to 10 lakh 20% ആണ്, ആൻഡ് 10 lakh എബോവ് പോവുകയാണെങ്കിൽ എത്രയാണ് 30% ആണ്. ഇവിടെയും ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല, വേറെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട്, 10%, 5% അല്ല 20% ആണ് കേട്ടോ. ഇനി റിബേറ്റ് 87 ആപ്ലിക്കബിൾ ടു റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ 5 ലക്ഷത്തിൽ കൂടുതലാണ് ഇൻകം വരുന്നത് എങ്കിൽ അയാൾക്ക് എന്തില്ല 87A റിബേറ്റ് ആപ്ലിക്കബിൾ അല്ല, മാർജിനൽ റിലീഫ് ആപ്ലിക്കബിൾ അല്ല. 5 ലക്ഷത്തിൽ താഴെയാണ് അയാൾക്ക് ഇൻകം വരുന്നത് എങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന കാര്യം തന്നെ 100% ഓഫ് ടാക്സ് ലയബിലിറ്റി ഓർ ₹12,500 വിച്ച് എവർ ഈസ് ലോവർ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ടാക്സ് റേറ്റിൽ വന്നിട്ടില്ല. സർചാർജ് റേറ്റിലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ് ടു 50 lakh വരെ നില്ലാണ്, 50 lakh to 1 crore 10% ആണ്, ആൻഡ് 1 crore to 2 crore 15% ആണ്, 2 crore to 5 crore 25% ആണ്, എബോവ് 5 crore മുകളിലേക്ക് പോവുകയാണെങ്കിൽ 37% ആണ്. യാതൊരുവിധ മാറ്റങ്ങളും ഇവിടെ ഇല്ല. ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ ഇൻകത്തിലേക്ക് പോവുകയാണെങ്കിൽ 111A ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, 112 ആൻഡ് 112A ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നീ കാറ്റഗറിയിൽ പെടുന്നു. 111 ഏതാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്, സ്പെഷ്യൽ റേറ്റിൽ വരുന്നതാണ്. 112 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് വിത്ത് ഇൻഡെക്സേഷൻ വിത്തൗട്ട് ഇൻഡെക്സേഷനും. ദെൻ 112A വിത്തൗട്ട് ഇൻഡെക്സേഷൻ കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇപ്പൊ ഈ പറയുന്ന 3 ഐറ്റത്തിന് കൂടാതെ ഡിവിഡൻഡ് ഇൻകം, ഈ പറയുന്ന 3 ഇൻകത്തിന്റെ മാക്സിമം സർചാർജ് റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്. മാക്സിമം സർചാർജ് റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ 111A അല്ലെങ്കിൽ 112A അല്ലെങ്കിൽ 112 അല്ലെങ്കിൽ ഡിവിഡൻഡ് ഇൻകോ ഈ 4 കാറ്റഗറിയിലുള്ള ഇൻകം വരുന്നുണ്ട് എങ്കിൽ അതിന് സ്പെഷ്യൽ റേറ്റ് ഓഫ് സർചാർജ് ആണ് വരുന്നത്. എത്രയാ വരുന്നത്? മാക്സിമം 15% വരെയാണ് വരിക കേട്ടോ. മാക്സിമം 15% വരെയാണ്. നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും, എങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. ഇവിടെയും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സിൽ മാറ്റമൊന്നുമില്ല. 4% ആണ് നമുക്ക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരുന്നത് കേട്ടോ. അതിൽ മാറ്റമൊന്നുമില്ല, അതൊക്കെ സെയിം ആണ്, അതിലൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. ഇനി അടുത്തത് ഫേം ഓർ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഫേം അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്റെ ടാക്സ് റേറ്റ് 30% ആണ്, യാതൊരുവിധ മാറ്റമില്ല. 12% സർചാർജ്. 1 കോടിയിൽ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സർചാർജ് റേറ്റ് എന്ന് പറയുന്നത് 12%. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആണ്, യാതൊരുവിധ മാറ്റവും ഇല്ല പാർട്ണർഷിപ്പ് ഫേമിലും LLPയിലും. ഇനി കമ്പനിയിലേക്ക് വരികയാണെങ്കിൽ കമ്പനിയിൽ അമെന്റ്മെന്റ് ഉണ്ട്. കമ്പനിയിൽ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ വർഷം വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏതുവരെ ആയിരിക്കും? ഇവിടെ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 2021-22 വരെയാണ് നിങ്ങൾക്ക് ടേൺ ഓവർ. 2021-22 ടേൺ ഓവർ 400 കോടിയിൽ താഴെയാണെങ്കിൽ 25% എന്നായിരുന്നു. ഇവിടെ ചേഞ്ച് ചെയ്തു 2022-23 പ്രീവിയസ് ഇയറിൽ. ഇന്ത്യൻ ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ 2022-23 പ്രീവിയസ് ഇയറിൽ 400 കോടിയിൽ താഴെയാണ് നിങ്ങളുടെ ടേൺ ഓവർ, 400 crores താഴെയാണ് നിങ്ങളുടെ ടേൺ ഓവർ എങ്കിൽ 25% ആണ് നിങ്ങളുടെ ടാക്സ് റേറ്റ് വരുന്നത്. ഇൻ കേസ് അതർ അസസീസ് ആണെങ്കിൽ 30% ആണ്. ഫോറിൻ കമ്പനി ആണെങ്കിൽ 35% ആണ്. നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഫോറിൻ കമ്പനിയുടെ സ്ലാബ് റേറ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നത് എത്രയായിരുന്നു? 40 ആയിരുന്നു. അത് 35% ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി സർചാർജ് റേറ്റിൽ വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. സർചാർജ് റേറ്റ് ഇന്ത്യൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ 10 കോടിക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 12% ആണ്. ഫോറിൻ കമ്പനി ആണെങ്കിൽ 5% ആണ്. 1 കോടി തൊട്ട് 10 കോടി രൂപ വരെയാണ് ഇന്ത്യൻ കമ്പനിയുടെ ഇൻകം എങ്കിൽ 7% ആണ്. ഫോറിൻ കമ്പനിയുടെ ആണെങ്കിൽ 2% ആണ്. 1 കോടിയിൽ കൂടുതൽ ഇൻകം ഇല്ല എങ്കിൽ അവർക്ക് എന്തില്ല? സർചാർജ് അപ്ലിക്കബിൾ അല്ല. ക്ലിയർ ആണോ? മാർജിനൽ റിലീഫ് ഒക്കെ നമുക്ക് 2 അസസിക്കും ഒരുപോലെയാണ്, യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ആകെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്? 2021-22 എന്നുള്ളത് എന്തായിട്ട് മാറി? 2022-23 ആയിട്ട് മാറി. 400 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ വരികയാണെങ്കിൽ മാത്രമേ 30% ടാക്സ് റേറ്റ് വരുള്ളൂ. 400 കോടിയിൽ താഴെയാണ് 2022-23 ടേൺ ഓവർ എങ്കിൽ 25% ആണ് സർചാർജ് റേറ്റ് വരുന്നത്, ടാക്സ് റേറ്റ് വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? മനസ്സിലായിട്ടുണ്ടോ? പക്ക.
പക്ക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാക്സ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേജർ ചേഞ്ചസ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സംഷൻസ് ആണ്. അപ്പൊ അതിന് മുൻപ് ഒന്ന് ടാക്സ് റേറ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്ന എക്സംഷനിലെ ഫസ്റ്റ് സെക്ഷൻ ആണ്. 10 സബ്സെക്ഷൻ 4D എന്ന് പറയുന്ന സെക്ഷനിലാണ് നമുക്ക് ഡിസ്കഷൻ വരുന്നത്. ഇത് ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ഇൻ ദ ഫോം ഓഫ് ട്രസ്റ്റ്, കമ്പനി, LLP ഓർ ബോഡി ഓഫ് കോർപ്പറേറ്റ് ആൻഡ് ഗ്രാൻഡഡ് സർട്ടിഫിക്കറ്റ് റീറ്റെയിൽ സ്കീം ഓർ എക്സ്ചേഞ്ച് ഓഫ് ട്രേഡ് ഫണ്ട് റെഗുലേറ്റഡ് അണ്ടർ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ അതോറിറ്റി എന്നീ കാറ്റഗറിയിൽ പറയുന്ന ആളുകൾക്ക് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സംഷൻ ഉണ്ടായിരുന്നു. ശരിക്കും ഇത് നിലവിൽ നിന്നിരുന്നത് മാർച്ച് 31, 2024 വരെ കമൻസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസിന് മാത്രമായിരുന്നു. പക്ഷേ അമെൻഡ് ചെയ്തു. എന്താണ് അമെൻമെന്റ് വന്നിരിക്കുന്നത്? അമെൻമെന്റ് വന്നിരിക്കുന്നത് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 31, 2025 വരെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഡേറ്റ് ഏതുവരെ നീട്ടിയിട്ടുണ്ട്? മാർച്ച് 31, 2025 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമാണ് ഇവിടുത്തെ ചേഞ്ച്. അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ട്രസ്റ്റ്, കമ്പനി, LLP, ബോഡി ഓഫ് കോർപ്പറേറ്റ് എന്ത് ചെയ്യാണ്? ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? റെഗുലേറ്റഡ് അണ്ടർ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററിന്റെ അണ്ടറിൽ നിങ്ങളൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റിന്റെ കാറ്റഗറിയിലാണെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് ഡിവിഷൻ ഓഫ് ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റിന്റെ കാറ്റഗറിയിൽ നിങ്ങളൊരു ഫണ്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പീരിയഡ് എന്ന് പറയുന്നത് മാർച്ച് 31, 2025 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് 2025 ജൂൺ എക്സാമിന് ബാധിക്കുന്ന ഒരു അമെൻമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു പുതിയ സെക്ഷനാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. ഇൻസെർഷൻ ആണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 15B ആണ്. ഇത് പുതിയ സെക്ഷൻ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അത് ഫോറിൻ കമ്പനി ഫോർ ലീസിംഗ് ക്രൂയിസസ്. ക്രൂയിസ് ഷിപ്പ് ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്? നിങ്ങൾ പുതുതായിട്ട് റെന്റൽ ഇൻകം ആയിട്ട് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ക്രൂയിസർ ഷിപ്പ് കൊടുത്തിട്ട് ശ്രദ്ധിച്ചോളൂ. ന്യൂ സെക്ഷൻ 10 സബ്സെക്ഷൻ 15B ഹാസ് ബീൻ ഇൻസേർട്ടഡ് ഇൻ ദ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രൊവൈഡിംഗ് ടാക്സ് എക്സംഷൻ ഓൺ ലീസ് റെന്റൽ ഇൻകം റിസീവ്ഡ് ബൈ ഫോറിൻ കമ്പനി ഫ്രം ലീസിംഗ് ക്രൂയിസർ ഷിപ്പ് ടു സ്പെസിഫൈഡ് കമ്പനി ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. അതായത് ഒരു ക്രൂയിസർ ഷിപ്പ് റെന്റൽ ഇൻകം, ലീസൽ ഇൻകം നിങ്ങൾക്ക് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ 10 സബ്സെക്ഷൻ 15B പ്രകാരം നിങ്ങൾക്ക് അത് എക്സംപ്റ്റഡ് ആണ്. നിങ്ങൾക്ക് ആ ഇൻകം എക്സംപ്റ്റഡ് ആണ്. ഇൻകം മസ്റ്റ് ബി റിസീവ്ഡ് ഫ്രം സ്പെസിഫൈഡ് കമ്പനി, എ കമ്പനി ഓപ്പറേറ്റിംഗ് ക്രൂയിസർ ഷിപ്പ് ഇൻ ഇന്ത്യ, നോട്ട് എ ഡൊമസ്റ്റിക് കമ്പനി ആൻഡ് ഓപ്റ്റിംഗ് ഫോർ സെക്ഷൻ 44BBC ടാക്സേഷൻ. അതായത് നമ്മുടെ ശ്രദ്ധിക്കുക, ഇത് ഇന്ത്യൻ കമ്പനിക്ക് ഉള്ളതല്ല, ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് പറഞ്ഞിട്ടുള്ളത്. നോൺ റെസിഡന്റ് കമ്പനിക്ക് ഉള്ളതാണ്. എ ഫോറിൻ കമ്പനി ഓർ ആൻഡ് ഷിപ്പ് കമ്പനി മസ്റ്റ് ബി സബ്സിഡറി ഓഫ് ദ സെയിം ഹോൾഡിംഗ് കമ്പനി. ദ ഇൻകം മസ്റ്റ് accrue or be received in India for the assessment year up to 1/4/2030 വരെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ക്രൂയിസർ ഷിപ്പ് റെന്റിന് കൊടുത്തിട്ട് അല്ലെങ്കിൽ ലീസിന് കൊടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ 10 സബ്സെക്ഷൻ 15B പ്രകാരം നിങ്ങൾക്ക് എക്സംപ്റ്റഡ് ആണ്. 10 സബ്സെക്ഷൻ 15B പ്രകാരം നിങ്ങൾക്ക് എക്സംപ്റ്റഡ് ആണ്. എന്താണ് ശ്രദ്ധിച്ചോളൂ, ഫോറിൻ കമ്പനിയാണ്. എന്താണ്? ലീസിംഗ് ക്രൂയിസർ ഷിപ്പ് ആണ് ടു സ്പെസിഫൈഡ് കമ്പനി ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. അത് വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ. പുതിയ സെക്ഷൻ ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ? ഒന്ന് വായിച്ചോളൂ. നെക്സ്റ്റ് സെക്ഷൻ 10 സബ്സെക്ഷൻ 23C ആണ്. മെർജർ ഓഫ് ട്രസ്റ്റ് അണ്ടർ ഫസ്റ്റ് റെജീം വിത്ത് സെക്കൻഡ് റെജീം. ഒന്നുമില്ല, പുതിയ അമെന്റ്മെന്റിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് 10 സബ്സെക്ഷൻ 23C ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പുതിയ 11 and 12 എക്സംഷൻ കിട്ടാൻ വേണ്ടി സെക്കൻഡ് റെജീമിലേക്ക് മാറ്റിയിരിക്കുന്നു. 10 സബ്സെക്ഷൻ 23C എന്ന് പറയുന്ന സെക്ഷൻ ഇനി ഇല്ല. അതിന് പകരം സെക്ഷൻ 11ലും 13ലുമാണ് ഇതിന്റെ എക്സംഷൻസ് കിട്ടുന്നത്. 12A പ്രകാരം കമ്പനി ഈ പറയുന്ന ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു ട്രസ്റ്റ് പുതിയ റെജീമിലേക്ക് മാറാണ്. ഫിനാൻസ് ആക്ട് 2024 ഇൻട്രൊഡ്യൂസ് ദ ഗ്രാജുവൽ ട്രാൻസിഷൻ ഓഫ് ട്രസ്റ്റ്, ഫണ്ട് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ഫസ്റ്റ് regime under section 10 subsection 23C to second regime section 11 to 13
This aimed to simplify the procedure and reducing the administrative burden for charitable and religious institutions. Charitable and religious institutionsന്റെ കോംപ്ലിക്കേഷൻസ് അഥവാ ഒന്നിൽ കൂടുതൽ സെക്ഷനുകളിലായിട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു 10 to 13 വരെയുള്ള സെക്ഷനുകളിലേക്ക് മൈഗ്രേറ്റ്, അതായത് മെർജ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. എന്ന് വെച്ചാൽ 10 സബ്സെക്ഷൻ 23C പ്രകാരമുള്ള എക്സംഷൻസ് ഇനി ഇല്ല. 10 സബ്സെക്ഷൻ 23C പ്രകാരമുള്ള എക്സംഷൻസ് ഇനി ഇല്ല. കീ ചേഞ്ചസ് എന്നാ വന്നിട്ടുള്ളത് ഫ്രം 1 October 2024 മുതലാണ്. സൺസെറ്റ് ഓഫ് ഫസ്റ്റ് റെജീം എന്ന് വെച്ചാൽ ഈ റെജീം ഇനി ഇല്ല, നമുക്ക് മനസ്സിലാക്കുക. റെജീം എടുത്തു കളഞ്ഞു, ഇനി ഇല്ല. ന്യൂ ആപ്ലിക്കൻസ് ഫോർ അപ്രൂവൽ അണ്ടർ സബ് ക്ലോസ് 4, 5, 6 and 6A of section 10 subsection 23C will not considered if filed or on or after 1 October 2024. Pending application എന്തിലേക്കാ വരിക? Filed before 1 October 2024 will be processed as per existing provision of section 10 subsection 23C. അതായത് ഇതുവരെ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1 October 2024 വരെ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഴയ റെജീമിൽ തന്നെ പോകും. എന്ന് വെച്ചാൽ 10 സബ്സെക്ഷൻ 23C തന്നെ പോകും. ഇനി അതിനുശേഷം വരുന്ന ആപ്ലിക്കൻസ് മുഴുവൻ 10, 11, 12, 13 എന്ന് പറയുന്ന സെക്ഷനുകളിലേക്കായിരിക്കും മാറുക. ഇനി എവിടെ ഇല്ല 10 സബ്സെക്ഷൻ 23C. ശരിക്കും നമുക്കൊരു ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ട്രസ്റ്റ്, ഹോസ്പിറ്റൽ കാറ്റഗറീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം കാലാവധി ഒരു അപ്രൂവൽ എന്ന് പറഞ്ഞാൽ 3 years to 5 years ആണ്. അപ്പൊ ആ ഒരു പീരിയഡ് കഴിയുന്നത് വരെ എന്ത് ചെയ്യാം, ഓൾഡ് റെജീം ആയിട്ടുള്ള 10 സബ്സെക്ഷൻ 23C തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ 1 October 2024 ശേഷം നിങ്ങൾ ഒരു അപ്രൂവൽ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇനി അതെന്താണ് 10, 11, 12, 13 എന്നീ സെക്ഷനുകളിലേക്ക് മാറിയിട്ടുണ്ട്. Validity of existing approval of under section 10 subsection 23C. Institution have already received approval under section 10 subsection 23C can continue to enjoy the tax exemption until the validity of their approval. അതായത് ഏതുവരെയാണോ അപ്രൂവൽ കിട്ടിയിരിക്കുന്നത് അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 subsection 23C നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിന് പ്രശ്നമൊന്നുമില്ല. വൺസ് ദെയർ അപ്രൂവൽ എക്സ്പയർ, അതായത് ഇപ്പൊ കിട്ടിയിരിക്കുന്ന അപ്രൂവൽ എപ്പോഴാണോ നിങ്ങൾക്ക് എക്സ്പയർ ആവുന്നത്, ദേ മസ്റ്റ് ട്രാൻസിഷൻ ടു സെക്കൻഡ് റെജീമിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അണ്ടർ സെക്ഷൻ 11 to 13 പറയുന്നത് ടു കണ്ടിന്യൂ അവെയിൽ ദ ടാക്സ് ബെനിഫിറ്റ്. അതിനുശേഷം എന്ത് ചെയ്യാം, ടാക്സ് ബെനിഫിറ്റ് എടുക്കാം. പക്ഷെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൈഗ്രേഷൻ ടു സെക്കൻഡ് റെജീം അണ്ടർ സെക്ഷൻ 11, 12, 13 എന്നീ സെക്ഷനുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്രൂവ്ഡ് ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ under section 10 subsection 23C will need to apply for registration under section 12A to avail exemption under section 11 and 12. അതായത് 10 subsection 23C നിങ്ങൾക്ക് കഴിയാൻ പോവാണ്, എക്സ്പയർ ആവാൻ പോവാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും 12A രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ 11 and 12 പ്രകാരം നമുക്ക് എക്സംഷൻസ് കിട്ടുള്ളൂ. To facilitate this transition, necessary amendments have been made in section 12A. 12A എന്താണ് നെസസറി അമെന്റ്മെന്റ്സുകൾ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർ അഫക്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വരുന്നത്. എക്സിസ്റ്റിംഗ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂ ടു ക്ലെയിം എക്സെപ്ഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 23C until their validity expire. അതായത് ഇപ്പൊ 10 സബ്സെക്ഷൻ 23 എക്സംഷൻ എടുത്തിരിക്കുന്ന ആളുകൾക്ക് ഏതുവരെ പോവാം, എക്സ്പയറി ആവുന്നത് വരെ പോകാം. അതുപോലെ പ്രിപ്പയർ ഫോർ മൈഗ്രേഷൻ ടു 12A രജിസ്ട്രേഷൻ ടു കണ്ടിന്യൂ ടാക്സ് ബെനിഫിറ്റ് ആഫ്റ്റർ എക്സ്പയറി. അതായത് ഇതേ എക്സംഷൻ നമുക്ക് ഇനിയും ക്ലെയിം ചെയ്യണം എന്ന് ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഇതിനെ 12A കൺവേർട്ട് ചെയ്തിരിക്കണം. 12A രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സംഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ന്യൂ ആപ്ലിക്കൻസ് 1 October ശേഷം വന്നിട്ടുള്ള ആപ്ലിക്കൻസിന് മുഴുവൻ 12A രജിസ്ട്രേഷൻ എടുക്കുന്നത്. അവിടെ എന്തുണ്ടാവില്ല, 10 സബ്സെക്ഷൻ 23C ഉണ്ടാവില്ല. മസ്റ്റ് അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 12A ഇൻസ്റ്റഡ് ഓഫ് സെക്ഷൻ 10 സബ്സെക്ഷൻ 23C. 10 സബ്സെക്ഷൻ 23Cക്ക് പകരം നിങ്ങൾ എന്തിൽ ആപ്ലിക്കേഷൻ എടുക്കണം, 12A നിങ്ങൾ ആപ്ലിക്കേഷൻ എടുക്കണം. ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് പെൻഡിംഗ് ആപ്ലിക്കേഷൻ, ഇതുവരെയുള്ള പെൻഡിംഗ് ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇഫ് ആപ്ലിക്കേഷൻ ഫയൽഡ് ബിഫോർ 1 October 2024 ആണെങ്കിൽ ഇറ്റ് വിൽ പ്രോസസ്ഡ് അണ്ടർ കറന്റ് റെജീം അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 23C. അതായത് 1 October 2024 മുൻപ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ട്രസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്നുള്ള കാറ്റഗറിയിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സംഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. അതേ എക്സംഷൻ 10 സബ്സെക്ഷൻ 23C തന്നെ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. അതിനുശേഷം വരുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം, 12A പ്രകാരം രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം മാത്രമേ
നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇത്തവണ വന്നിട്ടുള്ള ഒരു മേജർ ചേഞ്ച് ആണ് 10ന്റെ എക്സംഷൻസിൽ. 10 എന്ന് പറയുന്ന എക്സംഷൻ കാറ്റഗറി 10 സബ്സെക്ഷൻ 23C വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഒന്ന് വായിച്ചോളൂ. Okay, next section 10 subsection 23EE ആണ്. The following entities can claim exemption under this section. ശരിക്കും നമ്മൾ ഈ സെക്ഷൻ എന്ന് പറയുന്ന റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഷെയർസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. കോർ സെറ്റിൽമെന്റ് ഗ്യാരണ്ടി ഫണ്ട് SGF എന്ന് പറയുന്ന കാറ്റഗറി. ദീസ് ഫണ്ട്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് റെക്കഗ്നൈസ്ഡ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ടു പ്രൊവൈഡ് എ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഫോർ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ആക്ടിവിറ്റീസ്. Recognized clearing corporation. These entities are approved by SEBI. SEBI approve ചെയ്തിരിക്കുന്നതാണ്. The other regulatory authority to handle clearing and settlement of financial transaction in stock exchange and other trading platforms. മറ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലും അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഫണ്ട് ക്ലിയറിംഗിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് SGF അതായത് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് ഈ എക്സംഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് 10 സബ്സെക്ഷൻ 23EE പ്രകാരം. അമെൻമെന്റ്സ് എന്താ വന്നിട്ടുള്ളത്? റെക്കഗ്നൈസ്ഡ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഡെഫിനിഷനിലാണ് വന്നിട്ടുള്ള ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. Now include clearing corporation operating international financial service center. Ensure international financial service center is based. Clearing corporation also benefit from tax exemption. അതായത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻകം നിങ്ങൾക്ക് ഇവിടെ എക്സംഷൻ ആയിട്ട് മാറുന്നു. അപ്ഡേറ്റ് ദ ഡെഫിനിഷൻ റെഗുലേഷൻ, അതായത് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് അലൈൻസ് ദ റിവൈസ്ഡ് SEBI ആൻഡ് IFSC ഗൈഡ് ലൈൻസ് മേക്കിംഗ് ഇറ്റ് മോർ കോംപ്രഹെൻസീവ് ആയിട്ടുണ്ട്. അതിൽ റെഗുലേഷൻ എന്ന് പറയുന്ന വേർഡും കൂടെ നമ്മൾ ഡെഫിനിഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സംഷൻ ആർക്കാണ്? എക്സംഷൻ ഫോർ IFSC ബേസ്ഡ് SGF ഫണ്ട്, അതായത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററിന്റെ ഭാഗമായിട്ടുള്ള SGF. എന്താ SGF എന്ന് പറഞ്ഞിട്ടുള്ളത്? സെറ്റിൽമെന്റ് ഗ്യാരണ്ടീഡ് ഫണ്ടിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എക്സംഷൻ കിട്ടുന്നതാണ്. SGF സെറ്റപ്പ് ആൻഡ് ക്ലിയറിംഗ് കോർപ്പറേഷൻ IFSC ഗിഫ്റ്റ് സിറ്റീസിന് വേണ്ടിയിട്ടാണ്. വിൽ നൗ എൻജോയ് ദ സെയിം ടാക്സ് എക്സംഷൻ ആസ് ഡൊമസ്റ്റിക് SGF. അതായത് ഡൊമസ്റ്റിക് SGFകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വളരെ കൃത്യമായിട്ടുള്ള എക്സംഷൻസ് ഉണ്ട്. അത് പുതിയതായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള റെഗുലേഷൻ ആണ്. ഗിഫ്റ്റ് സിറ്റിയിലേക്കുള്ളതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ സർവീസ് സെന്ററിന്റെ ഭാഗമായിട്ട് വന്നുള്ള ഗിഫ്റ്റ് ടെക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി എന്ന് പറയും. അപ്പൊ ടെക് സിറ്റിയിലേക്ക് നിങ്ങൾ കോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഫണ്ടുകൾ SGF ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% എക്സംഷൻ ആണ്. 100% എക്സംഷൻ കിട്ടും. ഏതിലാണ്? സെക്ഷൻ 23EE പ്രകാരമാണ് നമുക്ക് എക്സംഷൻ കിട്ടുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഇനി അമെൻമെന്റ് ടു സെക്ഷൻ 23FB ആണ്. Section 10 subsection 23FB Income Tax of 1961 provides the tax exemption for income, venture capital fund and venture capital companies subject to certain conditions. Follow ആണ്. Key amendments എന്താണ്? Finance Act 2024 has significant changes to section 10 subsection 23F, removing the tax exemption avail to venture capital funds and venture capital companies. അതായത് ഈ പറയുന്ന രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എന്തുണ്ട്, എക്സംഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 10 സബ്സെക്ഷൻ 23FB പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടും അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസിന്റെയും എക്സംഷൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 23FB എന്ന് പറഞ്ഞ സെക്ഷൻ ഇനി ഇല്ല. ആർക്കില്ല? വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസിനും അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിനും എന്തില്ല, ഇനി എക്സംഷൻ ഇല്ല. ഈ എക്സംഷൻ അബോളിഷ് ചെയ്തിരിക്കുന്നു, ഇനിയില്ല. ഇനി 10 സബ്സെക്ഷൻ 34A നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സെക്ഷൻ ആണ്. ഷെയർ ഹോൾഡേഴ്സ് എനി ഇൻകം അറൈസിംഗ് ടു assessee being a shareholder on account of buyback of shares of the company which pay additional tax 115QA. However, the exemption not available if buyback of shares by company has been made on or after 1/4/2024. ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഷെയർസിന്റെ മുകളിൽ 115QA പ്രകാരം ഡൊമസ്റ്റിക് കമ്പനി എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അവർ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്.
20% ആണ് ടാക്സ് റേറ്റ് വന്നിരുന്നത്, അത് അങ്ങ് എടുത്തു കളഞ്ഞു. ഇത് കിട്ടുന്ന ഷെയർ ഹോൾഡർക്ക് ഇത് എക്സംപ്റ്റഡ് ആയിരുന്നു 10(34)(a) പ്രകാരം. ഇനി ആ സെക്ഷൻ ഇല്ല. 10(34)(a) പ്രകാരമുള്ള എക്സംപ്ഷൻ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതിനെ ഡിവിഡൻഡ് ആയിട്ട്, ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഫണ്ട് കിട്ടുകയാണെങ്കിൽ അതെന്താണ് എക്സംഷൻ അല്ല, 10(34) പ്രകാരമുള്ള എക്സംഷൻ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് അമെന്റ്മെന്റ് സെക്ഷൻ 10(50)ലാണ്. സെക്ഷൻ 10(50) ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രൊവൈഡ് ദാറ്റ് എക്സംഷൻ ഫോർ ഇൻകം arising from online digital services to non-resident e-commerce operators subject to equalization levy provision under section 165A of the Finance Act 2016. അതായത് ഈക്വലൈസേഷൻ ലെവി പ്രകാരം നമുക്ക് എക്സംഷൻസ് കിട്ടിയിരുന്നു 10(50) പ്രകാരം. ആ എക്സംഷൻ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന് കൊടുക്കുന്ന എക്സംഷൻ 1/8/2024 മുതൽക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇനി അവൈലബിൾ അല്ല. ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന് അങ്ങനെ നിങ്ങളൊരു കൊടുക്കുന്ന സർവീസിന്റെ ഭാഗമായിട്ട് ഈക്വലൈസേഷൻ ലെവി എന്നുള്ള കോൺസെപ്റ്റ് പ്രകാരം നിങ്ങൾക്ക് 10(50) ഒരു എക്സംഷൻ ഉണ്ടായിരുന്നു, അത് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി അങ്ങനെ ഒരു എക്സംഷൻ നിങ്ങൾക്ക് ഇല്ല. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? പക്ക. അപ്പൊ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് 10ലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സംഷൻസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സെക്ഷൻസും ചിലപ്പോൾ എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ്. നെക്സ്റ്റ് ഹെഡ്സ് ഓഫ് ഇൻകം. ഹെഡ്സ് ഓഫ് ഇൻകം ആണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് സാലറി ഇൻകത്തിൽ നിന്ന് തുടങ്ങാം. സാലറി ഇൻകത്തിൽ ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. നമുക്കറിയാം സെക്ഷൻ 16 സബ്സെക്ഷൻ 1A പ്രകാരം നമുക്ക് 50,000 രൂപ ഡിഡക്ഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. പക്ഷേ ന്യൂ റെജീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ന്യൂ റെജീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് സെക്ഷൻ 16 സബ്സെക്ഷൻ ഇറ്റാലിക് 1A പ്രകാരം 50,000 എന്നുള്ളത് 75,000 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ 115 BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നെങ്കിൽ അവർക്ക് എത്രയാണ് 75,000 രൂപയാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. 75,000 രൂപ ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണോ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. സാലറി ഇൻകത്തിൽ ഓൾഡ് റെജീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് 116 സബ്സെക്ഷൻ ഇറ്റാലിക് 1A പ്രകാരം 50,000ഉം, നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് ന്യൂ റെജീം ആണെങ്കിൽ അഥവാ 115 BAC സബ്സെക്ഷൻ 1A ആണ് ഓപ്റ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് 75,000ഉം എക്സംഷൻ കിട്ടുന്നതായിരിക്കും. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചോളൂ. നെക്സ്റ്റ് ഹെഡ് PGBP-യിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്? PGBP അഥവാ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓപ്പറേഷനിലെ ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് സെക്ഷൻ 28ലാണ്. വളരെ കൃത്യമായിട്ടുള്ള ചേഞ്ച് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. റെന്റൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി PGBP ഇൻകം അല്ല. എന്ന് വെച്ചാൽ വീട് വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന റെന്റ് ഇനി എന്തല്ല, PGBP ഇൻകം അല്ല എന്ന് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നു. ദ ടാക്സ് പേയേഴ്സ് വേർ റോങ്ലി reporting rental income under profit and gain of business operation instead of income from house property, leading to lower tax liability. എന്ന് വെച്ചാൽ കുറഞ്ഞ ടാക്സ് ലയബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇത് PGBP ഇൻകായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ടാക്സ് ലയബിലിറ്റി ഇനി ഇല്ല, പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇനി നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് പൂർണ്ണമായിട്ട് എന്താണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെ എന്ത് ചെയ്യുന്നു, ടാക്സ് ചെയ്യപ്പെടുന്നു. ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ദാറ്റ് റെന്റൽ ഇൻകം ഫ്രം ലെറ്റിംഗ് ഔട്ട് ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി must be taxed under income from house property, not under PGBP. ഇത് ഒരിക്കലും PGBP-യിൽ ടാക്സ് ചെയ്യില്ല. This is ensure the correct taxation, prevent the taxpayer from claiming additional business related deductions. മറ്റ് ബിസിനസ് റിലേറ്റഡ് ഡിഡക്ഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് പൂർണ്ണമായിട്ട് PGBP ഇൻകം അല്ല എന്ന് വളരെ കൃത്യമായിട്ട് നമ്മളോട് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് രണ്ടാമത്തെ കാര്യം സെക്ഷൻ 36 സബ്സെക്ഷൻ 1 ക്ലോസ് ഇറ്റാലിക് 4A വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അപ് ടു 10% ആയിരുന്നു നമുക്ക് എന്തായിരുന്നത്, അപ് ടു 10% വരെയാണ് ATCCD പ്രകാരം പെൻഷൻ ഫണ്ടിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡിഡക്ഷൻ കിട്ടിയിരുന്നത്. എടുത്തു കളഞ്ഞിരിക്കുന്നതല്ല, അത് എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റ് കൂട്ടിയിരിക്കുന്നു, ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. 10 എന്നുള്ളത് 14% ആക്കി മാറ്റിയിരിക്കുന്നു. 14% ആയിട്ട് മാറ്റിയിരിക്കുന്നു. എംപ്ലോയേഴ്സ് കുഡ് ക്ലൈം എ ഡിഡക്ഷൻ ഫോർ കോൺട്രിബ്യൂഷൻ ടു എംപ്ലോയി pension scheme up to 10% of employee salary. After amendments എന്ത് വന്നു, employers contribution limit increased to 10% to 14% for non-government employees aligns the private sector employees with the government employees who is already 14 limit under section 80CCD. 80CCD subsection 2 ആണ് കേട്ടോ. 80CCD subsection 2 ആണ്. 80CCD subsection 2-ല്
ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ലിമിറ്റ് ഉണ്ടായിരുന്നു 14% നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യായിരുന്നു. ഇപ്പൊ അത് ആർക്കും കൂടി വന്നു, നോൺ ഗവൺമെന്റ് എംപ്ലോയീസിനും കൂടി ആ ലിമിറ്റ് വന്നു. 14% വരെ എക്സംഷൻ ആർക്കും കിട്ടും, അല്ലെങ്കിൽ 14% വരെ എമൗണ്ട് ആർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം. എംപ്ലോയർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 36 സബ്സെക്ഷൻ 1 ക്ലോസ് ഇറ്റാലിക് 4A പ്രകാരം PGBP ഡിഡക്ഷൻ എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഇൻകം ഫ്രം 80 CCD സബ്സെക്ഷൻ 2 നമുക്ക് എന്ത് ചെയ്യാം, 40% ഡിഡക്ഷൻ നമുക്ക് എടുക്കാം. പണ്ട് അത് 10% ആയിരുന്നു, അത് എടുത്ത് മാറ്റി എത്രയായി, എടുത്ത് മാറ്റി അത് കുറച്ചുകൂടെ കൂട്ടി, ഇൻക്രീസ് ചെയ്തു, ആ ലിമിറ്റ് കൂട്ടി എത്രയാ, 14% ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ രണ്ട് മേജർ ചേഞ്ചസ് ആണ് PGBP വന്നിരിക്കുന്നത്. അമെന്റ്മെന്റ് എന്ന് പറയുന്നത് ഡിസലവൻസ് ഓഫ് സെറ്റിൽമെന്റ് എമൗണ്ട് ആസ് ബിസിനസ് എക്സ്പെൻഡിച്ചർ സെക്ഷൻ 37 ബന്ധപ്പെട്ടുള്ള അമെന്റ്മെന്റ് ആണ് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇല്ലീഗൽ എക്സ്പെൻസസ്, ഫൈൻ, പെനാൽറ്റി were not deductible under section 37. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇല്ലീഗൽ എക്സ്പെൻസസോ പെനാൽറ്റീസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതിൽ ഡിഡക്ട് ചെയ്യാൻ പറ്റത്തില്ല. സെക്ഷൻ 37 ജനറൽ ഡിഡക്ഷനിൽ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ however tax payer were claiming settlement payment as business expenditure to reduce tax liability. അതായത് നിങ്ങൾ ലോ വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിയമത്തിൽ നിങ്ങൾ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ കൊടുക്കുന്ന പെനാൽറ്റി അല്ലെങ്കിൽ ഫൈന് ബിസിനസ് എക്സ്പെൻഡിച്ചർ എന്ന പേരിൽ നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അമെന്റ്മെന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്, ഇതിന് കൃത്യമായിട്ടുള്ള CBDT ഒരു ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നിരിക്കുകയാണ്. clarifies that any settlement amount paid for contravention of law, നിയമം തെറ്റ് വരുത്തിയതിന്റെ പേരിലാണെങ്കിൽ cannot be deducted as business expenditure. അതിനെ ഒരിക്കലും ബിസിനസ് എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അതുപോലെ this applies to settlement for regulatory violation in India or abroad. അതായത് ഇന്ത്യക്ക് അകത്ത് നടന്നാലും ഇന്ത്യക്ക് പുറത്ത് നടന്നാലും നമുക്ക് 37 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റത്തില്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് സെക്ഷൻ 37 ബന്ധപ്പെട്ട് ഗവൺമെന്റ് നമ്മളോട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അടുത്ത അമെന്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ലിമിറ്റ് ഓഫ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്ണർ. സെക്ഷൻ 40B ആണ് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത്. 40B ബന്ധപ്പെട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ്. 40B സബ്സെക്ഷൻ 5 ആണ്. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് as a deduction based on the following limits. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, 40B പ്രകാരമാണ് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് കൊടുക്കാൻ പറ്റും. നമുക്കറിയാം ലോസ് ആണ് എങ്കിൽ, ബിസിനസ്സിൽ ലോസ്, പാർട്ട്ണർഷിപ്പ് ഫേമിൽ ലോസ് ആണെങ്കിൽ 1.5 ലക്ഷം രൂപ വരെ റെമ്യൂണറേഷൻ കൊടുക്കാം. ബുക്ക് പ്രോഫിറ്റ് 3 lakh വരെയാണെങ്കിൽ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് ഓർ ₹1,50,000 വിച്ച് എവർ ഇസ് ഹയർ എടുക്കാം. 3 lakhന്റെ മുകളിലേക്ക് ബുക്ക് പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കൊടുക്കാം, 60% ഓഫ് ബുക്ക് പ്രോഫിറ്റ് നമുക്ക് റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കാം. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് അമെൻഡ് ചെയ്തു, നമുക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ലിമിറ്റിനെ എൻഹാൻസ് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 lakh എന്ന് പറയുന്നത്, അത് ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് 1,50,000 ആണ് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റിയിരുന്നത് എങ്കിൽ ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്ന അമെന്റ്മെന്റ് പ്രകാരം ഇത് 3 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 3 lakh ആയിട്ട്, ഇൻ കേസ് ലോസ് ആണെങ്കിൽ നമുക്ക് എത്ര എടുക്കാം, 3 lakh റെമ്യൂണറേഷൻ പാർട്ട്നേഴ്സിന് കൊടുക്കാം. അതുപോലെ തന്നെ ബുക്ക് പ്രോഫിറ്റിന്റെ എമൗണ്ടും ഇൻക്രീസ് ചെയ്തു. ഫസ്റ്റ് 3 lakh എന്നുള്ളത് 6 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 6 lakh അല്ലെങ്കിൽ ബുക്ക് പ്രോഫിറ്റിന്റെ 90% വിച്ച് എവർ ഈസ് ഹയർ നമുക്ക് എന്തായിട്ട് എടുക്കാം, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ബാലൻസ് ബുക്ക് പ്രോഫിറ്റിന്റെ മുകളിലോ 60%, ബാലൻസ് ബുക്ക് പ്രോഫിറ്റിന്റെ മുകളിൽ 60% എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ 6 ലക്ഷം വരെ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് ഓർ ₹3 lakh വിച്ച് എവർ ഈസ് ഹയർ എടുക്കാം. അഡീഷണൽ ഇൻകം വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എത്ര എടുക്കാം, 60% ഓഫ് ബുക്ക് പ്രോഫിറ്റ് നമുക്ക് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് കൊടുക്കാം. അടുത്ത റിമൂവൽ ഓഫ് നാഷണൽ ഹൗസിംഗ് ബോർഡ് ആണ്. നെക്സ്റ്റ് അമെന്റ്മെന്റ് ആണ്. 43D ബന്ധപ്പെട്ടുള്ള അമെന്റ്മെന്റ് ആണ്. 43D allowed housing finance company to recognize interest income on bad or doubtful debt based on a guidelines issued by the National Housing Bank. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, ഡിഡക്ഷൻ എടുക്കാം. പക്ഷെ റെഫറൻസ് ടു നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. നൗ ഹൗസിംഗ് ഫിനാൻസ് കമ്പനി വിൽ ഫോളോ ദ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ്. അതായത് ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് മാത്രം ആര് ഫോളോ ചെയ്താൽ മതി, ഇനി നമ്മുടെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് ഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് NHBs ഒഴിവാക്കിയിരിക്കുകയാണ്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഇതിൽ ഒഴിവാക്കിയിരിക്കുകയാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ PGBP ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 5 അമെന്റ്മെന്റ്സുകളാണ്
നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ്. ഓക്കെ, ഇനി നമ്മുടെ മേജർ ചേഞ്ച് വരുന്നത് ക്യാപിറ്റൽ ഗെയിനിലാണ്. ക്യാപിറ്റൽ ഗെയിനിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ചേഞ്ചസ് എന്ന് പറയുന്നത് 47 സബ്സെഷൻ 3യിലാണ്. സെക്ഷൻ 47 സബ്സെഷൻ 3 എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊവൈഡ്സ് ദാറ്റ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് അണ്ടർ ഗിഫ്റ്റ് വിൽ ഇറവോക്കബിൾ ട്രസ്റ്റ് വാസ് നോട്ട് എ റിഗാർഡ് ആസ് എ ട്രാൻസ്ഫർ, മീനിങ് ഇറ്റ് വാസ് എക്സംപ്റ്റ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 47 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് കൺസിഡർ എസ് എ ട്രാൻസ്ഫർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ പറയുന്ന ഗിഫ്റ്റ് വില്ല് ഇറവോക്കബിൾ ട്രസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും എന്തില്ല, ട്രാൻസ്ഫർ അല്ല എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒന്നുകൂടെ സ്പെസിഫിക്കേഷൻ കൊണ്ടുവന്നു CBDT. ഇൻഡിവിജ്വലിനും HUF-നും മാത്രമേ ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആവുള്ളൂ, ബാക്കി ഒരു അസോസിക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. അതാണ് അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഓൺലി ഇൻഡിവിജ്വൽ ആൻഡ് HUF ക്യാൻ അവെയിൽ ദിസ് എക്സംഷൻ. ഇൻഡിവിജ്വലിനും HUF-നും മാത്രമേ എന്തുള്ളൂ ഈ എക്സംഷൻ അവൈൽ ആയിട്ടുള്ളൂ, ബാക്കി ആർക്കും ഈ സെക്ഷൻ അവൈലബിൾ അല്ല. ക്ലിയർ ആണല്ലോ അല്ലെ? മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? അതാണ് ഫസ്റ്റ് അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ഹോൾഡിംഗ് പീരിയഡ് നമുക്കറിയാം. ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ തിരിക്കുന്നത് നമ്പർ ഓഫ് മന്ത്സ് ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഈ ഹോൾഡിംഗ് പീരിയഡിൽ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളത് എന്താവുക? 12 മാസം, 24 മാസം, 36 മാസം. അതായത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ തിരിച്ചറിയാം. ഇത് മാറ്റി 2 ഹോൾഡിംഗ് പീരീഡ് ആയിട്ട് കൺസിഡർ. ഓൺലി 2 ഹോൾഡിംഗ് പീരീഡ് വിൽ നൗ അപ്ലൈ. 12 മന്ത്സും 24 മന്ത്സും. 12 മന്ത്സിന്റെ കാറ്റഗറിയിൽ വരുന്നത് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്, ഇൻക്ലൂഡിംഗ് ഇക്വിറ്റി ഷെയർസ്, യൂണിറ്റ് ഓഫ് ലിസ്റ്റഡ് ബിസിനസ് ട്രസ്റ്റ്. ഇതൊക്കെ മുൻപ് 36 മാസത്തിൽ ഉണ്ടായിരുന്നതാണ്. ഏത്? ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ഒക്കെ അതൊക്കെ മാറ്റിയിട്ടോ. ഇനി 24 മന്ത്സിന്റെ കാറ്റഗറിയിൽ വരുന്ന എന്താണ്? ഫോർ ഓൾ അതർ അസറ്റ് ഇൻക്ലൂഡിംഗ് ബോൺസ്, ഡിബഞ്ചേഴ്സ്, ഗോൾഡ്, അൺലിസ്റ്റഡ് ഷെയർസ് ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓൾറെഡി 24 മന്ത്സിൽ തന്നെയായിരുന്നു. ബാക്കി ബോണ്ടുകൾ, ഡിബഞ്ചർ, ഗോൾഡ് ഈ പറയുന്ന കാറ്റഗറിക്ക് ഏതിലേക്ക് വന്നു? 24 മാസത്തേക്ക് വന്നു. അപ്പൊ 24 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്താൽ ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം. നമുക്ക് 2 സബ്സെക്ഷൻ 42A വന്നിട്ടുള്ള അമെന്റ്മെന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഹോൾഡിംഗ് പീരീഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി 36 മന്ത്സ് എന്ന് പറയുന്ന കാറ്റഗറി ഇല്ല. ക്ലിയർ ആണല്ലോ അല്ലെ? അതാണ് പ്രധാനപ്പെട്ട അമെന്റ്മെന്റ്. ഇത് മാർക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ്, ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് റേറ്റ്. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് റേറ്റിൽ വന്നിട്ടുള്ളത്? നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള 112A നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എക്സീഡിംഗ് ₹1,25,000 വുഡ് ബി ടാക്സബിൾ. നമുക്കറിയാം 112A എന്ന് പറയുന്നത് വിത്തൗട്ട് ഇൻഡെക്സേഷൻ പ്രകാരം STT പേ ചെയ്തിട്ടുള്ള ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസും ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടും സെയിൽ ചെയ്യുന്ന സമയത്ത് 1,25,000 രൂപയിൽ കൂടുതൽ ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ 10% ടാക്സ് അടയ്ക്കണം എന്നായിരുന്നു. പക്ഷേ അത് ഒന്നുകൂടെ ചേഞ്ച് വരുത്തി 1 ലക്ഷം എന്നുള്ളത് 1,25,000 രൂപയാക്കി മാറ്റി. അതിന്റെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 10%. ഇത് ബിഫോർ എന്ന് മുതൽക്ക് 23/7/2024 വരെ 10%. 23/7/2014 ശേഷം ഇത് 2024 ശേഷം 12.5% ഇൻക്രീസ് ചെയ്തു. 12.5% ഇൻക്രീസ് ചെയ്തു. On transfer of the following long-term capital asset, listed equity shares, if STT paid on acquisition and transfer of such asset. പർച്ചേസ് ചെയ്യുന്ന സമയത്തും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ടുള്ള ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് സെല്ല് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഏതിൽ വരുള്ളൂ? 112A കാറ്റഗറിയിൽ വരുള്ളൂ. ആൻഡ് യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്, STT ഹാസ് ബീൻ പെയ്ഡ് ഓൺ ട്രാൻസ്ഫർ ഓഫ് സച്ച് യൂണിറ്റ്. അതായത് നിങ്ങൾ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസോ ബിസിനസ് ട്രസ്റ്റ് ഒക്കെ സെല് ചെയ്യുമ്പോഴും STT പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാറ്റഗറിയിൽ വരും. പക്ഷേ എക്സംഷൻ ഉണ്ട്. 1,25,000 കൂടുതൽ കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 112A പ്രകാരം നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട. 112A പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, if such a transaction is undertaken on recognized stock exchange located in an IFSC, International Financial Service Center, our long-term capital gain would be taxable at a concessional rate 10% or 12.5%, as the cases may be, where the consideration for transfer is received or receivable in foreign currency even though STT is not paid in respect of such a transaction. അതായത് നിങ്ങൾ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഫോറിനർ ആണത് പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ അല്ലെങ്കിൽ സെല് ചെയ്യുന്നത് എങ്കിൽ STT പേ ചെയ്തിട്ടില്ലെങ്കിലും 12.5% ടാക്സ് റേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 112A പ്രകാരം നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാവുന്നതാണ്. ഇനി ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സേഷനും കറൻസി ഫ്ലക്ച്വേഷനും എന്തിൽ അപ്ലിക്കബിൾ അല്ല?
നമ്മുടെ 112A എന്ന് പറയുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സ് റേറ്റിൽ അപ്ലിക്കബിൾ അല്ല. ക്ലിയർ ആണോ? നെക്സ്റ്റ് പോയിന്റ് 111A അതിന്റെ തന്നെ ഷോർട്ട് ടേം ആണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഓർ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ഓർ യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ആണ് എങ്കിൽ STT ഷുഡ് ഹാവ് ബീൻ പെയ്ഡ് ചെയ്താലോ അല്ലെങ്കിൽ പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. ബിഫോർ 23/7/2024 ആണെങ്കിൽ 15% ടാക്സ് റേറ്റ് വന്നിരുന്നത്. ഓൺ ഓർ ആഫ്റ്റർ 23/7/2024 ആണെങ്കിൽ അത് 20% ഇൻക്രീസ് ചെയ്തു. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ട്രാൻസാക്ഷൻ undertaking in foreign currency on recognized stock exchange located in the international financial service center would be taxable at a concessional rate 15% or 20% as the cases may be, even though STT is not paid in respect of such transaction. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ വഴിയോ ഒരു ഫോറിൻ കറൻസി ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് എങ്കിൽ വെച്ചാൽ ഫോറിനർ ഈ പറയുന്ന അസറ്റ് പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ STT പേ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഈ ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ആണ് 111A പ്രകാരം. ഇനി നെക്സ്റ്റ് 112 ഒരുപാട് ചേഞ്ചസ് ഉള്ളത്. ഇഫ് ദ ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് 23/7/2024 വരെയാണെങ്കിൽ, ബിഫോർ 23/7/2024 വരെയാണെങ്കിൽ അൺലിസ്റ്റഡ് സെക്യൂരിറ്റി ഷെയർസ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി ആണെങ്കിൽ നോൺ കോർപ്പറേറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി ആണെങ്കിൽ 10% വിത്തൗട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റിൽ ഫോറിൻ കറൻസി ഫ്ലക്ച്വേഷൻ ആണെങ്കിൽ 10% ആയിരുന്നു ടാക്സ് റേറ്റ്. അതർ അസസി ആണെങ്കിൽ വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റിൽ എത്രയായിരുന്നു? 20% ആയിരുന്നു. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണ് എങ്കിൽ സീറോ കൂപ്പൺ ബോണ്ടൊക്കെ ആണെങ്കിൽ വിത്തൗട്ട് ഇൻഡെക്സേഷൻ 10%, വിത്ത് ഇൻഡെക്സേഷൻ 20% ആയിരുന്നു. ഇതിൽ ഏതാണോ ബെനിഫിഷ്യൽ അത് അസസിക്ക് ചൂസ് ചെയ്യാമായിരുന്നു. അതർ അസറ്റ്സ് ആണെങ്കിൽ 112A പ്രകാരം വിത്ത് ഇൻഡെക്സേഷൻ 20% ആയിരുന്നു അപ്ലിക്കബിൾ ആവുന്നത്. പക്ഷേ 2024 അമെന്റ്മെന്റ്സിന് ശേഷം ഇഫ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ഓൺ ഓർ ആഫ്റ്റർ 23/7/2024 ലാൻഡ് ബിൽഡിംഗ് ഓർ ബോത്ത് അക്വയർ ബിഫോർ 23/7/2024 ആണെങ്കിൽ ഇൻഡിവിജ്വലോ HUF ആണെങ്കിൽ HUF ബീയിങ് റെസിഡന്റ് ആണെങ്കിൽ വിത്തൗട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് 12.5%, വിത്ത് ഇൻഡെക്സേഷൻ 20% എന്ത് ചെയ്യാം? ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ആണ്. വിച്ച് എവർ ഈസ് മോർ ബെനിഫിഷ്യൽ ടു ദ അസസി. ബാക്കി എല്ലാ അസസീസിനും വിത്തൗട്ട് ഇൻഡെക്സേഷൻ 12.5% ആണ്. ഇൻഡിവിജ്വലിനും HUFനും മാത്രമേ ഉള്ളൂ എന്തുള്ളത് വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റോട് കൂടിയിട്ട് 20%, വിത്തൗട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റോട് കൂടിയിട്ട് 12.5% എന്ന് പറയുന്ന ടാക്സ് റേറ്റ് വരുന്നുള്ളൂ. ഇനി അടുത്ത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ അക്വേർഡ് ഓൺ ഓർ ആഫ്റ്റർ 23/7/2024 അല്ലെങ്കിൽ അതർ അസറ്റ്സ് ആണ് എങ്കിൽ 12.5% വിത്തൗട്ട് ഇൻഡെക്സേഷൻ. In case of non-resident long-term capital gain on transfer of unlisted securities or shares of closely held company would be taxable at 12.5% without indexation and foreign currency fluctuation. അതായത് നിങ്ങൾ 23/7/2024 ശേഷം നിങ്ങൾ പർച്ചേസ് സെല്ല് ചെയ്യപ്പെടുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബോത്ത് അക്വയർ ചെയ്തിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 12.5% ആണ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അമെന്റ്മെന്റ്സ് എന്ന് പറയുന്നത് അമെന്റ്മെന്റ് ഫോർ പാരിറ്റി ഇൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ബിറ്റ്വീൻ റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. ഇവിടെ റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആളുകളുടെ ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സ് റേറ്റ് ഈക്വൽ ആക്കിയിട്ടുണ്ട്. ആർക്കും പ്രത്യേകിച്ച് കൺസിഡറേഷൻ ഒന്നുമില്ല. ഫിനാൻസ് ആക്ട് 2024 ഇൻട്രൊഡ്യൂസ് key amendment to ensure uniform tax treatment for resident and non-resident on capital gain. These changes affect tax rate under section 115AD, 115AB, 115AC, 115ACA, 115E as well as without holding tax provision under section 196B and 196C. എന്നീ സെക്ഷനുകളിൽ എന്താണ് സെയിം ടാക്സ് റേറ്റ് ആണ്, ഒരു വ്യത്യാസവും ഇല്ല. സെയിം ടാക്സ് റേറ്റ് നോൺ റെസിഡന്റ് ആണെങ്കിലും റെസിഡന്റ് ആണെങ്കിലും എന്ത് തന്നെയാണ്, ഒരേ ടാക്സ് റേറ്റ് തന്നെ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇത്രയാണ് ക്യാപിറ്റൽ ഗെയിനിലെ അമെന്റ്മെന്റ്സ്. ഇനി പ്രധാനപ്പെട്ട അമെന്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സിലെ അമെന്റ്മെന്റ്സ് ആണ്. അമെന്റ്മെന്റ് ടു ദ ഡെഫിനിഷൻ ഓഫ് ഡിവിഡൻഡിലാണ് ആദ്യത്തെ ചേഞ്ച്. സെക്ഷൻ 2 സബ്സെക്ഷൻ 22 നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അൺലിസ്റ്റഡ് കമ്പനീസിന്റെ ഷെയർസ് ബൈബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബൈബാക്ക് എന്തായിട്ട് മാറും? ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് മാറും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിനാൻസ് ആക്ട് 2024 introduced the major change in the treatment of buyback proceeds, redefining them
dividend instead of capital gain, the changes of the both companies and shareholders involved buyback of transaction. അതായത് രണ്ടുപേരുടെ പേരിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. ബൈബാക്ക് വിൽ പ്രൊസീഡ്സ് നൗ ട്രീറ്റഡ് ആസ് ഡിവിഡൻഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ടാക്സ് ആപ്ലിക്കബിൾ സ്ലാബ് റേറ്റ്. അതായത് ഷെയർ ഹോൾഡറുടെ പേരിൽ ഇത് ടാക്സബിൾ ആണ്, ഇനി അങ്ങോട്ടേക്ക് എന്താണ് ഡിവിഡൻഡ് എന്ന പേരിലാണ് ടാക്സബിൾ ആണ്, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ടാക്സബിൾ ആവുന്നത്, ക്യാപിറ്റൽ ഗെയിൻ അല്ല. 115QA റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ അൺലിസ്റ്റഡ് ഷെയർസ് ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി 20% ടാക്സ് അടയ്ക്കുക എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അത് എടുത്തു കളഞ്ഞു. കമ്പനീസ് ആർ നോ ലോങ്ങർ ടു റിക്വയർ ടു പേ ടാക്സ് ഓൺ ബൈബാക്ക്. ബൈബാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ട, ഇനി ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ 194 എന്ത് പറഞ്ഞിട്ടുണ്ട്, TDS ഓൺ ഡിവിഡൻഡ് ഈസ് ആപ്ലിക്കബിൾ. കമ്പനീസ് മസ്റ്റ് ഡിഡക്ട് TDS ബിഫോർ മേക്കിംഗ് പേയ്മെന്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. TDS നിർബന്ധമായിട്ട് കമ്പനീസ് എന്ത് ചെയ്യണം, ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റിൽ നിന്ന് ഡിഡക്ട് ചെയ്തിരിക്കണം. നോ ഡിഡക്ഷൻ ഫോർ എക്സ്പെൻസസ്, ഒരു എക്സ്പെൻസുകളും ഡിഡക്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ടു ബൈ ഷെയർസ് വിൽ അലൗഡ് അഗെയിൻ സച്ച് ഡിവിഡൻഡ് ഇൻകം. അതായത് നിങ്ങൾ ബൈബാക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലോണോ ഇൻട്രസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് ക്യുമുലേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ ആ ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതങ്ങ് എടുത്തു കളഞ്ഞു, ഇനി അതില്ല. ക്ലിയർ ആണോ? അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ഒമിഷൻ ആണ് സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് ഇറ്റാലിക് 7B പ്രകാരം ഒരു ഒമിഷൻ വന്നിട്ടുണ്ട്. എന്താണ്? ഏഞ്ചൽ ടാക്സ് പ്രൊവിഷൻ എടുത്തു കളയാണ്. വാട്ട് യു മീൻ ഏഞ്ചൽ ടാക്സ് പ്രൊവിഷൻ? 56 സബ്സെക്ഷൻ 2 ക്ലോസ് ഇറ്റാലിക് 7 പ്രകാരം ഓൾസോ നോൺ ആസ് ഏഞ്ചൽ ടാക്സ് പ്രൊവിഷൻ was introduced to tax excessive premium received by a closely held company or unlisted company including startups when issuing shares to investors at a price higher than fair market value. ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടുതൽ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു ഷെയറിന് വാല്യൂ ഇട്ടിട്ട് നിങ്ങൾ കൊടുക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഫെയർ മാർക്കറ്റ് വാല്യൂയും ഇഷ്യൂ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളുടെ പേരിൽ ടാക്സബിൾ ആയിട്ട് മാറും. എങ്ങനെ? പ്രീമിയം എന്ന പേരിലാണ് ടാക്സബിൾ ആവുന്നത്. അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഇനി ആ പ്രീമിയം നിങ്ങളുടെ പേരിൽ ടാക്സബിൾ അല്ല. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇഷ്യൂ പ്രൈസ് ആൻഡ് ഫെയർ മാർക്കറ്റ് വാല്യൂ ടാക്സ്ഡ് ആസ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് കമ്പനി. Exemption were available for startup registered with Department for Promotion of Industry and Internal Trade and investment of certain notified entities, venture capital funds and SEBI registered funds. ഈ പറയുന്ന കാര്യങ്ങൾക്കായിരുന്നു എക്സംഷൻ. ഒമിഷൻ എന്താ വന്നിട്ടുള്ളത്? completely removed. 56 subsection 2 close italic 2B 7B completely remove ചെയ്തു. meaning no more taxation on share premium. ഷെയർ പ്രീമിയത്തിന്റെ മുകളിൽ ഇനി എന്തില്ല, ഒരു രൂപ പോലും ടാക്സ് ചെയ്യത്തില്ല. റിസീവ്ഡ് ബൈ അൺലിസ്റ്റഡ് കമ്പനീസ്. ഓൾ കമ്പനീസ് ക്യാൻ നൗ റൈസസ് ദ ക്യാപിറ്റൽ അറ്റ് എനി പ്രൈസ് വിത്തൗട്ട് വറിയിങ് ദ ഏഞ്ചൽ ടാക്സ്. ഏഞ്ചൽ ടാക്സിനെ കുറിച്ച് കൺസിഡർ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം, 100% ടാക്സ് കൊടുക്കാം. ദർ ഈസ് നോ നീഡ് ടു ജസ്റ്റിഫൈ ദ ഷെയർ വാല്യൂഷൻ ടു ടാക്സ് അതോറിറ്റീസ്. ഈ ഷെയറിന്റെ വാല്യൂ എങ്ങനെയാണോ വന്നിരിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ ഒന്നും ഇനി ആർക്കും കൊടുക്കണ്ട, ടാക്സ് അതോറിറ്റീസിന് കൊടുക്കണ്ട. ഇതൊരു മേജർ അമെന്റ്മെന്റ് ആണ് നമുക്ക് ഇത്തവണ വന്നിരിക്കുന്നത്. അതുപോലെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻകം ഫ്രം അതർ സോഴ്സിലെ അമെന്റ്മെന്റ് ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഫ്രം ഫാമിലി പെൻഷൻ. ഫാമിലി പെൻഷനിൽ എന്ത് അമെന്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്? നമുക്കറിയാം ഫാമിലി പെൻഷന്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 57 എത്രയായിരുന്നു? 15,000 രൂപയായിരുന്നു. പക്ഷെ ന്യൂ പ്രൊവിഷൻ ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്, അഥവാ ന്യൂ റെജീം ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 25,000 രൂപയായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സാലറിയിൽ പഠിച്ച അതേ കോൺസെപ്റ്റ് തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ടു ദ എക്സ്റ്റെന്റ് ഓഫ് ₹15,000 ഈസ് അവൈലബിൾ ഫ്രം ഫാമിലി പെൻഷൻ. The provision has been amended to increase the amount of standard deduction to ₹25,000 if the assessee under default tax regime. ഏതാ default tax regime? 115 BAC subsection 1A. 115 BAC subsection 1A നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ്? 25,000 രൂപ നിങ്ങൾക്ക് എന്തെടുക്കാം, ഡിഡക്ഷൻ എടുക്കാം. It is to be noted that there is no changes in standard deduction if the assessee has opted old tax regime. Old tax regime ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധ അമെന്റ്മെന്റ്സുകളും നിങ്ങൾക്ക് ഇല്ല. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഇനി നമ്മുടെ മേജർ ആയിട്ടുള്ള ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ചാപ്റ്റർ 6 ഡിഡക്ഷനിലാണ് പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നാഷണൽ പെൻഷൻ സ്കീമിലെ ചേഞ്ചസ് ആണ്. നാഷണൽ പെൻഷൻ സ്കീം പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനും, അഥവാ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഓൾറെഡി 36 സബ്സെക്ഷൻ 1 ക്ലോസ് ഇറ്റാലിക്സ് 4A നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് 14% വരെ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് 10% എന്നുള്ള 14% ആക്കിയെന്നു.
അതേ അമെന്റ്മെന്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 80CCD സബ്സെക്ഷൻ 2 പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനും 14% ഓഫ് സാലറി എന്തായിട്ട് എടുക്കാം, ചാപ്റ്റർ 6 റിഡക്ഷൻ ആയിട്ട് എടുക്കാം. പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ഓപ്റ്റിംഗ് ന്യൂ റെജീം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 115 BSc സബ്സെക്ഷൻ 1A എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ലിമിറ്റ് ഇൻക്രീസ്ഡ് ടു 10% to 14%. ഫോർ എ എംപ്ലോയി അണ്ടർ ഓൾഡ് റെജീം ദ ലിമിറ്റ് റിമെയിൻ സെയിം. അതായത് സെയിം തന്നെയാണ്, 10% തന്നെ ആയിരിക്കും ഇതിൽ വരിക. 115 BSc ഓപ്റ്റ് ചെയ്യാത്ത അസസി ആണെങ്കിൽ 10% തന്നെ. ഇനി അടുത്ത സെക്ഷൻ ഒക്കെ ആണല്ലോ, 80CCD സബ്സെക്ഷൻ 2 ഒക്കെ ആണല്ലോ അല്ലെ. ഇനി എലിജിബിൾ സ്റ്റാർട്ടപ്പ് 80 IAC ആണ്. 80 IACയിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 2 ചേഞ്ചസ് ഉണ്ട്. 80 IACയിൽ എലിജിബിൾ സ്റ്റാർട്ടപ്പിൽ 2 ചേഞ്ചസ് ആണ് നമുക്ക് പറയാനുള്ളത്. 80 IAC ദ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രൊവൈഡ് ദ ടാക്സ് ഹോളിഡേസ് ഫോർ എലിജിബിൾ സ്റ്റാർട്ടപ്പ് allowing to 100% reduction 3 consecutive years out of 10 years. അതായത് 10 വർഷത്തിൽ 3 വർഷം കണ്ടിന്യൂസ്ലി നമുക്ക് 100% ഇൻകം നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. എങ്ങനെ? എലിജിബിൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്. ഇത് സ്റ്റാർട്ടപ്പ് ഇൻകോർപ്പറേഷൻ ഓൺ 31 March 2024 31/3/2024 മുൻപ് നിങ്ങളൊരു എലിജിബിൾ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 80 IAC പ്രകാരം നിങ്ങൾക്ക് 100% എമൗണ്ടും ഡിഡക്ട് ചെയ്യാം. ഇവിടെ മേജർ ആയിട്ട് വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഈ March 31, 2024 എന്നുള്ളത് March 31, 2025 എന്നായി. March 31, 2025 വരെ നിങ്ങൾക്ക് എലിജിബിൾ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തേക്ക് നിങ്ങൾക്ക് എന്തെടുക്കാം, ഡിഡക്ഷൻ എടുക്കാം. ഇത് തന്നെയാണ് നമുക്ക് കുറച്ചും കൂടി 80 IAC ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേജർ അമെന്റ്മെന്റ്സ് ഇത്ര തന്നെയുള്ളൂ. അതായത് ഡേറ്റ് മാത്രം ചേഞ്ച് ആയിട്ടുണ്ട്. 3 consecutive years സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് മുതൽക്കാണ്. എന്നാണോ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽക്ക് 10 വർഷത്തിൽ 3 വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിജിബിൾ സ്റ്റാർട്ടപ്പിന്റെ ഡിഡക്ഷൻ എടുക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ അല്ലെ. അടുത്തത് 80LA ആണ്. 80LA ബെനിഫിറ്റ് ഫോർ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ യൂണിറ്റ് ആണ്. 80LA ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രൊവൈഡ്സ് ദാറ്റ് exemption for unit operating international financial service center to promote India as global financial hub. ശരിക്കും ഗ്ലോബൽ ഫിനാൻഷ്യൽ ഹബ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ നിങ്ങൾ ഇന്ത്യക്കകത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബാങ്കിങ് യൂണിറ്റോ അല്ലെങ്കിൽ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഓഫ് ഷോർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സോ ഓപ്പറേറ്റിംഗ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററോ ആയിട്ട് ഗിഫ്റ്റ് സിറ്റീസിൽ, ഏതാ ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് സിറ്റി എന്നുള്ളതാണ്. അതായത് ഇന്ത്യയെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിറ്റി ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗുജറാത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നിങ്ങൾ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകം 10 കോൺസിക്യൂട്ടീവ് അസസ്മെന്റ് ഇയേഴ്സിലേക്ക് 1 രൂപ പോലും ടാക്സബിൾ അല്ല ഔട്ട് ഓഫ് 15 ഇയേഴ്സ്. എന്നാണോ ഈ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തത് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്തത് അത് മുതൽക്ക് 15 വർഷത്തിൽ 10 വർഷത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. 80LA ഇൻകം ടാക്സ് ആക്ട് 1961 provides that tax exemption for unit operating international financial service center to promote India as global financial hub. Who can claim the benefit? ആർക്കാണ് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുക? ബാങ്കിങ് യൂണിറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓഫ് ഷോർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ഓപ്പറേറ്റിംഗ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ, ഗിഫ്റ്റ് സിറ്റി. ഏതൊക്കെയാ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിലെ ഗിഫ്റ്റ് സിറ്റീസിൽ വരുന്നത്? സെബി, RBI, IRDA പറയുന്ന ഗിഫ്റ്റ് സിറ്റീസിൽ നമുക്ക് കൊടുക്കാം. എക്സംഷൻ എത്രയാ? എക്സംഷൻ 100% എക്സംഷൻ ആണ്. 10 കോൺസിക്യൂട്ടീവ് അസസ്മെന്റ് ഇയേഴ്സിലേക്കാണ് ഔട്ട് ഓഫ് 15. 100% എക്സംഷൻ ഓൺ സ്പെസിഫൈഡ് ഇൻകം ഫോർ ഫസ്റ്റ് 10 consecutive years out of 15. First 15 years from the date of setup. The entity can choose any 10 years within this 15 years. അതായത് ഏത് ഇയർ വേണമെങ്കിലും അയാൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയും ചേഞ്ചസ് വന്നിട്ടുള്ള എന്താണ്? 31 March 2025 വരെ ഈ എക്സംഷൻ ഉണ്ട്. 35 March 2025 വരെ. The deadline for setting up International Financial Service Center unit in it extended to 31 March 2025. 31 March 2025 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ ഈ March 31 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്ററിന്റെ യൂണിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എങ്കിൽ 100% റിഡക്ഷൻ 10 വർഷത്തേക്ക് എടുക്കാം. 15 വർഷത്തിനുള്ളിൽ, 15 വർഷത്തിൽ ഏതെങ്കിലും ഒരു 10 വർഷം. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യാം. അതിന്റെ ഡേറ്റ് മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ് ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്, ശ്രദ്ധിക്കുക. അടുത്തത് റിട്ടേൺ ഓഫ് ഇൻകത്തിൽ എന്തൊക്കെയാണ്? റിട്ടേൺ ഓഫ് ഇൻകത്തിലും പാനിലും എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്? ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത്
ID, ആധാർ എൻറോൾ ID എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. വാട്ട് യു ബൈ ആധാർ എൻറോൾ ID? എടോ, നിങ്ങൾ പാനോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആധാർ നമ്പർ ഇല്ല എങ്കിൽ ആധാർ എൻറോൾ ID നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. ആധാർ എൻറോൾ ID നമുക്ക് കൊടുക്കായിരുന്നു. ദ ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് ആധാർ എൻറോൾ ID, പാൻ ആൻഡ് ITR, ഫിനാൻസ് ആക്ട് 2024. ഫിനാൻസ് ആക്ട് 2024 removed the option to quote ആധാർ എൻറോൾ ID ഇൻസ്റ്റഡ് ഓഫ് ആധാർ നമ്പർ. ആധാർ നമ്പറിന് പകരം ആധാർ എൻറോൾ ID കൊടുക്കുന്ന പരിപാടി ഇനി ഇല്ല. ആധാർ നമ്പർ തന്നെ കോട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. 1/10/2024 വന്നിട്ടുള്ളതാണ്. ദ ഓപ്ഷൻ ടു കോട്ട് ആധാർ എൻറോൾ ID ഇൻസ്റ്റഡ് ഓഫ് ആധാർ നമ്പർ ഈസ് റിമൂവ്ഡ്. അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫ്രം 1st October 2024 only valid Aadhaar number can be used apply to PAN or ITR. The individual who can obtain PAN using Aadhaar enroll ID must update PAN with their Aadhaar number before notified deadline. അതായത് ഡെഡ് ലൈനിന് എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുക, ആധാർ നമ്പർ കോട്ട് ചെയ്യുക. ഇതിന്റെ കൂടെ പാനോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു കാര്യങ്ങളോ, അതായത് ഇൻകം ടാക്സ് റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് ആധാർ ആധാർ എൻറോൾ IDക്ക് പകരം ആധാർ നമ്പർ തന്നെ കൊടുക്കാൻ നോട്ടിഫൈഡ് ഡെഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡെഡ് ലൈനിന് മുൻപ് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് അമെന്റ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട് ഇൻകം ടാക്സ് റിട്ടേൺസ് ആൻഡ് ഫയൽസിൽ പറയുന്നത്. ഇനി TDSുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമെന്റ്മെന്റുകളാണ്. 192 സബ്സെക്ഷൻ 2B പ്രകാരം ഈസി ടു ക്ലൈമിംഗ് ക്രെഡിറ്റ് TDS TCS ബൈ സാലറീഡ് എംപ്ലോയി. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറയാം. നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് TDS നമുക്ക് ഡിഡക്ട് ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടാറ്, നമ്മൾ സാലറീഡ് എംപ്ലോയി ആയതുകൊണ്ട്. അപ്പൊ ഈ സാലറീഡ് എംപ്ലോയീസ് ആയിരുന്ന സമയത്ത് എംപ്ലോയർ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് TDS കളക്ട് ചെയ്യും. ഈ TDS കളക്ട് ചെയ്യുമ്പോൾ എംപ്ലോയർക്ക് അതർ ഇൻകത്തെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ അതർ ഇൻകം ആര് പറഞ്ഞു കൊടുക്കണം? എംപ്ലോയി പറഞ്ഞു കൊടുക്കണം. ഇനി അത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, എംപ്ലോയർക്ക് എന്ത് ചെയ്യാം, TCSും കൂടി ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പേയ്മെന്റോ മറ്റു കാര്യങ്ങളോ ഇൻകം എന്തെങ്കിലും വന്നിട്ടുണ്ടോ എങ്കിൽ ആ ഇൻകത്തിന് മുകളിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യും, TCSും കൂടി ഇതിനെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ TCSും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ എന്ത് ചെയ്യുക, TDS കളക്ട് ചെയ്യുക. സെക്ഷൻ 192 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961 ഗവർണൻസ് TDS on salary income. Previously under section 192 subsection 2B, an employee could inform their employer about income from other heads like income from house property, capital gain and requested the employer to consider that while computing TDS on salary, provide that TDS already deduct income which also disclosed. Simplify the tax compliances under section 192 subsection 2B has been amended to allow employer also consider that TCS while computing the employees TDS liability under section 192 subsection 1. 192 subsection 1 പ്രകാരം TCS കളക്ട് ചെയ്തതും കൂടി എന്ത് ചെയ്യാം, എംപ്ലോയർക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതാണ് പ്രധാനപ്പെട്ട 192 സബ്സെക്ഷൻ 2Bയിലെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി 193ലെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് സെക്ഷൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ്. ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് സേവിംഗ്, അത് ശ്രദ്ധിച്ചോളൂ. ദ പ്രൊവിഷൻ അണ്ടർ സെക്ഷൻ 193 ഹാസ് അമെൻഡഡ് ടു അലൗ ദ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഫ്ലോട്ടിംഗ് റേറ്റ് സേവിംഗ് ബോണ്ട്. ഫ്ലോട്ടിംഗ് റേറ്റ് സേവിംഗ് ബോണ്ട് 2020 അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് 10,000 രൂപയ്ക്ക് മുകളിലേക്ക് പോവാണെങ്കിൽ 10% TDS. ഇതാണ് എത്രയാണ്, 10,000 രൂപയ്ക്ക് മുകളിലേക്ക് പോവാണെങ്കിൽ 10% TDS പിടിക്കാവുന്നതാണ്. ഇനി ഡിവിഡൻഡ് 194ലെ ഡിവിഡൻഡിൽ പറയുന്നത് എമൗണ്ട് റിസീവ്ഡ് ഓൺ ബൈബാക്ക് ഓഫ് ഷെയർസ് ട്രീറ്റഡ് ആസ് ഡിവിഡൻഡ് ആൻഡ് സബ്ജക്ട് ടു TDS 10%. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, നമുക്ക് ബൈബാക്ക് ചെയ്യുന്ന ഷെയർസിനെ ഇപ്പൊ ഡിവിഡൻഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 10% TDS അതിന് മുകളിൽ പിടിച്ചിരിക്കണം. അതുപോലെ പേയ്മെന്റ് ടു കോൺട്രാക്ടേഴ്സ്, ഇവിടെ ഏറ്റവും പ്രധാനം പേയ്മെന്റ് ടു കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്നതിൽ വർക്ക്സ് എന്ന് പറയുന്ന വേർഡിനകത്ത് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ സർവീസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. ഇനി അത് പറ്റില്ല. ഇറ്റ് ഈസ് ക്ലാരിഫൈസ് ദാറ്റ് സം റെഫേർഡ് ടു സെക്ഷൻ 194J ഫീ ഫോർ പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ സർവീസസ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് വർക്ക് ഫോർ ദ പർപ്പസ് ഓഫ് TDS അണ്ടർ സെക്ഷൻ 194C. അത് 194Cന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തില്ല, അത് 194J തന്നെയാണ്. ക്ലിയർ? അടുത്ത 194F റീപ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ ഒമിറ്റ് ചെയ്തു. ഇനി അത് നമുക്കില്ല. പർച്ചേസ് ഓഫ് യൂണിറ്റ് ബൈ മ്യൂച്വൽ ഫണ്ട് ഓർ UTI, അത് ഒമിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അതില്ല കേട്ടോ. നെക്സ്റ്റ് 194IA പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി
where there is a multiple buyers or multiple sellers in a property transaction, the total sales consideration for TDS applicability will be aggregate amount paid or payable by all buyers or sellers. ശ്രദ്ധിച്ചോളൂ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന സമയത്ത് TDS പിടിക്കുന്നത് അത്യാവശ്യമാണ്. അപ്പൊ TDS പിടിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ബയേഴ്സും മൾട്ടിപ്പിൾ സെല്ലേഴ്സും ഉണ്ടെങ്കിൽ അഗ്രിഗേറ്റ് എമൗണ്ടിന്റെ മുകളിൽ TDS പിടിക്കുക. അതായത് സെപ്പറേറ്റ് നിങ്ങൾ TDS പിടിക്കുന്ന അഗ്രിഗേറ്റ് എമൗണ്ടിന്റെ മുകളിൽ TDS പിടിക്കുക. ക്ലിയർ ആണോ? ഇതാണ് പ്രധാനപ്പെട്ട ഒരു അമെന്റ്മെന്റ് എന്ന് പറയുന്നത് 194IA ബന്ധപ്പെട്ട്. നെക്സ്റ്റ് ടാക്സ് റേറ്റ്, TDS റേറ്റിലാണ് അമെന്റ്മെന്റ്സ് വന്നിരിക്കുന്നത്. 194DA പ്രകാരം, അതായത് ലൈഫ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് 5% എന്നുള്ളത് 1/10/2024 ശേഷം 2% മാറിയിട്ടുണ്ട്. 194G പ്രകാരം കമ്മീഷൻ ഓൺ സെയിൽ ഓഫ് ലോട്ടറി ടിക്കറ്റ്സ് 5% എന്നുള്ളത് 2% ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ 194H ബ്രോക്കറേജ് എന്നുള്ളത് 5% എന്നുള്ളത് 2% ആയിട്ടുണ്ട്. 194IB പ്രകാരം പേയ്മെന്റ് ഓഫ് റെന്റ് ബൈ സർട്ടൻ ഇൻഡിവിജ്വൽസ് ആൻഡ് HUF 5% എന്നുള്ളത് 2% ആയിട്ടുണ്ട്. 194M പേയ്മെന്റ് ടു കോൺട്രാക്ടേഴ്സ് ആൻഡ് കമ്മീഷൻ ഓർ ബ്രോക്കറേജ് ആൻഡ് ഫീ ഫോർ ടെക്നിക്കൽ സർവീസസ് 5% എന്നുള്ളത് 2% ആയിട്ടുണ്ട്. 194E പ്രകാരം 194O പ്രകാരം ഇ കോമേഴ്സ് ഓപ്പറേറ്ററിന് 1% എന്നുള്ളത് 0.1% ടാക്സ് റേറ്റ് ആയിട്ട് മാറി. ഇത്രയും മാത്രമേ ചേഞ്ചസ് ഉള്ളൂ TDS. ഇത് ഓർത്തു വെക്കുക, ചിലപ്പോൾ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ടേബിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. കാരണം ഇത്തവണ സ്ലാബ് റേറ്റുകൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് TDS റേറ്റുകൾ വെച്ചിട്ട്. അടുത്തത് 206C ആണ്. സബ്സെക്ഷൻ 9 ലോവർ ഓർ നിൽ TDS കളക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള TCSലെ ഒരു അമെന്റ്മെന്റ് ആണ്. ദിസ് സെക്ഷൻ ഈസ് അലൗഡ് ടു ടാക്സ് പെയർ. അതായത് നിങ്ങൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന നിങ്ങളൊരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് വിൽക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടി പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ഇൻകം അല്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിന് കൊടുക്കുന്ന പൈസ എന്തല്ല, നിങ്ങളുടെ ഇൻകം അല്ല എന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ദിസ് സെക്ഷൻ അലൗസ് ടു ടാക്സ് പെയർ ടു അപ്ലൈ ലോവർ ഓർ നിൽ TCS certificate when they believe that their total tax liability is lower than TCS collected. It helps to reduce the compliances or burden, prevent the excess tax collection. അതായത് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളൊരു ട്രേഡർ ആണ് എങ്കിൽ നിങ്ങളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന TCSന്റെ അത്രയും ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ TCS ഇനി എങ്ങനെ കളക്ട് ചെയ്യണ്ട എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അമെന്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഏർലിയർ TCS 206(9) did not cover 206C subsection H(1H) TCS on sale of goods. Now the amendment, buyer can apply lower TCS collection certificate under section 206(1H). The benefit of dealing with the high value of goods transaction, as they no longer need to buy block of fund unnecessary due to excessive TCS. കൂടുതൽ ടാക്സ് അടയ്ക്കാതിരിക്കാനും നിങ്ങളുടെ ഫണ്ട് ബ്ലോക്ക് ആവാതിരിക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാവുന്നതാണ്. എന്തിനുള്ളത്? നിങ്ങൾക്ക് അത്ര ഇൻകം ഇല്ല എന്നുള്ള പേരിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യില്ല, TCS കളക്ട് ചെയ്യത്തില്ല. ഇനി 198 പ്രധാനപ്പെട്ട അമെന്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ഓഫ് ടാക്സ് വിത്ത് ഷീൽഡ് ഔട്ട്സൈഡ് ഇന്ത്യ ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻ. അതായത് നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത്, ശ്രദ്ധിച്ചോളൂ, TDSുമായിട്ട് ബന്ധപ്പെട്ട് TDS deducted under Chapter 17B, domestic tax deducted at the source, was deemed to be income received or computing taxable income. Some taxpayers were not including foreign taxes withheld while calculating their total income. However, they were claiming the foreign tax credit for tax withheld abroad, and which is result to double tax benefit. Net income was reported instead of gross income, and foreign tax credit was claimed even though full income was not reported. അതായത് ഫുൾ ഇൻകം, ഇന്ത്യക്ക് അകത്തും പുറത്തുനിന്നൊക്കെ ഒരുപാട് ഇൻകം ഉണ്ടാവുന്ന ഒരു അസസി എന്ത് ചെയ്യുന്നില്ല, അയാളുടെ ഫോറിൻ ഇൻകത്തെ കുറിച്ചുള്ള മുഴുവൻ ഡിസ്ക്ലോഷറും ഇന്ത്യക്കകത്ത് കൊടുക്കാതിരിക്കുകയും അയാൾ നെറ്റ് ഇൻകം കാണിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു, ചില സമയത്ത് ഡബിൾ ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടുന്നു, ഡബിൾ ഡിഡക്ഷന്റെ പെർമിറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഡബിൾ ഡിഡക്ഷന്റെ എന്ത് കിട്ടുന്നു, ബെനിഫിറ്റ് കിട്ടുന്നു. ആ ബെനിഫിറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് എന്ത് പറഞ്ഞു, എൻഷുർ ദാറ്റ് ടാക്സ് പെയർ റിപ്പോർട്ട് ദയർ ടോട്ടൽ ഗ്രോസ് ഇൻകം, അതായത് മൊത്തം കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്തോ, നീ എന്ത് ചെയ്തോ, ഡിഡക്ഷൻസ് ഓൾറെഡി പേ ചെയ്തിട്ടുള്ള എമൗണ്ട് ഡിഡക്ട് ചെയ്തോ. പ്രിവെന്റ് ദ ഡബിൾ ഡിഡക്ഷൻസ് അഗൈൻസ്റ്റ് ഇന്ത്യൻ ലോ ആൻഡ് ഇന്റർനാഷണൽ ലോ. ബെസ്റ്റ് പ്രാക്ടീസ് ടു അവോയ്ഡ് ടാക്സ് ഇവേഷൻ. ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടാക്സ് ഇവേഷൻ നടത്തുന്നതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഗ്രോസ് ഇൻകം കാണിക്കുക, അവിടെ അടച്ചിട്ടുള്ള ടാക്സ് ലയബിലിറ്റി കാണിക്കുക, എന്നിട്ട് ഡിഡക്ട് ചെയ്തോളൂ. ഇതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി 206C subsection 1F TCS ഓൺ നോട്ടിഫൈഡ് ഗുഡ്സ്. നമുക്കറിയാം
നോട്ടിഫൈഡ് ഗുഡ്സ് സെൻട്രൽ ഗവൺമെന്റ് പുതുതായിട്ടും കുറെ ഗുഡ്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 10 ലക്ഷത്തിന് മുകളിലേക്ക് ഒരു കാർ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 1% TCS മേടിക്കണമായിരുന്നു. അതായത് ഒരു കാർ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും 1%, 10 ലക്ഷത്തിന് മുകളിലെ കാറാണ് പർച്ചേസ് ചെയ്യുന്നത്, 1% TCS കൂടി കളക്ട് ചെയ്യുന്നു. ഏർലിയർ TCS 1% വാസ് അപ്ലിക്കബിൾ ഓൺലി ഓൺ സെയിൽ ഓഫ് മോട്ടോർ വെഹിക്കിൾ എക്സീഡിംഗ് 10 lakh. 10 ലക്ഷത്തിന് മുകളിൽ ഒരു കാറ് വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമേ 1% TCS കളക്ട് ചെയ്തിരുന്നു. സെല്ലർ വാസ് റിക്വയർഡ് ടു കളക്ട് ഫ്രം ബയർ അറ്റ് ദ ടൈം ഓഫ് റിസീവിംഗ് സെയിൽസ് കൺസിഡറേഷൻ. സെല്ലർ എന്ത് ചെയ്യണം 1% കൺസിഡറേഷൻ പിടിക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ അതെന്തോ ഹൈ വാല്യൂ സ്പെൻഡിങ് വിഡൻ ടാക്സ് നെറ്റ് ദ ഗവൺമെന്റ് ഹാസ് എക്സ്പാൻഡ് TCS ടു കവർ അതർ ഗുഡ്സ് എക്സീഡിംഗ് ₹10 lakh. 10 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ മറ്റേത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് എങ്കിലും അതിന്റെ മുകളിൽ 1% TCS പിടിച്ചിരിക്കണം. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈഡ് വിച്ച് ഗുഡ്സ് വിൽ അട്രാക്ട് TCS. ഏതൊക്കെ ഗുഡ്സിനാണ് ഇത് അട്രാക്ട് ചെയ്യാന്നുള്ളത് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ TCS കളക്ട് ചെയ്യുന്ന റേറ്റ് എത്രയാണ്, 1% തന്നെയാണ്. അപ്പൊ ഇതൊരു അമെന്റ്മെന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്യുക കേട്ടോ. അടുത്തത് 206C ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. TCS കളക്ട് ചെയ്യുകയും അത് കളക്ട് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ കളക്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് 1% പെർ മന്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇൻക്രീസ് ചെയ്തു 1.5% ആക്കി മാറ്റിയിട്ടുണ്ട്. ദ പ്രീവിയസ്ലി ഇൻട്രസ്റ്റ് ഫോർ ഫെയിലിയർ ടു കളക്ട് ഓർ ഡെപ്പോസിറ്റ് TCS വാസ് 1% പെർ മന്ത്. Now if TCS is collected but not deposited, the interest rate is increased to 1.5% per month or part thereof. This change ensures the parity with the TDS provision where failure to deposit deducted tax attracts 1.5% per annum. 1.5% per annum. ഇനി അടുത്ത പോയിന്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, 206 എൻറ്റിറ്റീസ് ആണ്. ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ് അമെൻഡ് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ഒഴിവാക്കിയിട്ടുള്ള ടാക്സിൽ എക്സംഷൻസ് ഉള്ള ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ്. ദ അമെൻഡ്മെന്റ് യു ആർ referring to the pertaining to section 206 of the Income Tax Act 1961 deal with the tax collected at a source TCS on certain specified goods, alcoholic liquor, forest produce and scrap. Now the new provision that central government can notify certain provision on classes of persons as exempt from TCS for subject to lower TCS rate as specified transaction. സെൻട്രൽ ഗവൺമെന്റ് ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും അസോസിയേഷനുകളെയും ചില ബോഡികളെയും എന്ത് ചെയ്തിട്ടുണ്ട്, TCSന്റെ പരിധിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യാം, ലോവർ TCS റേറ്റിൽ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് TCSുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇത്രയും അമെന്റ്മെന്റ്സ് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റുകളാണ് ജൂൺ ആൻഡ് മെയ് എക്സാമിനേഷൻ ഉള്ളത്. അപ്പൊ നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കുക, മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ താഴെ നമ്മൾ കൊടുക്കും. കൂടാതെ ഈ PDF നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോന്റെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക. താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.